യുദ്ധം ഇന്ന് 18ാമത്തെ ദിവസത്തിലെത്തി നിൽക്കുകയാണ്. പശ്ചിമേഷ്യയിൽ തുടങ്ങി പശ്ചിമേഷ്യ മൊത്തം പിടിച്ചുലച്ചുകൊണ്ടിരുന്ന യുദ്ധം ഇപ്പോൾ ലോകത്തിന്റെ ഓരോ കോണിലേക്കും വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കൊച്ചു കേരളത്തിൽ പോലും അതിന്റെ പ്രതിഫലനം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ. ഇനി വരും ദിവസങ്ങളിൽ യുദ്ധത്തിന്റെ ഗതി എന്താകാം? ഇതാണ് ഇന്നത്തെ നിലപാടിൽ ഞങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയം. ഞാൻ ജോയ്സ്, എന്നോടൊപ്പം ഉള്ളത് റോബിൻ ജോൺ. നമ്മളിപ്പോൾ പറഞ്ഞു നിർത്തിയതുപോലെ നമ്മൾ കുറേ ദിവസമായിട്ട് ചർച്ച ചെയ്യുന്ന വിഷയമാണ് യുദ്ധം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഈ ഒരു യുദ്ധത്തിൻ്റെ ഒരു പരിണിത ഫലം നമുക്കറിയാം. ഇപ്പോൾ ഹോർമൂസ് കടലെടുക്ക് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആയുധമായിട്ട് ഇറാൻ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. മറ്റ് ലോകരാജ്യങ്ങളെ മുഴുവനും ബാധിക്കുന്ന തരത്തിലേക്ക് ഈ ഹോർമൂസ് കടലെടുക്കിനെ കൊണ്ടെത്തിക്കാൻ ശരിക്കും ഇറാൻ ഒരു പരിധിവരെ കഴിഞ്ഞു എന്നതും സത്യമാണ്. നമ്മുടെ നാട്ടിൽ പോലും അതിൻ്റെ പല പ്രതിഫലനവും നമ്മളിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഹോർമൂസ് കടലെടുക്ക് അതെങ്ങനെയായി ഇനി മുന്നോട്ട് പോകുമ്പോൾ ഈ ഹോർമുസ് കടലെടുക്ക അമേരിക്ക പിടിച്ചടക്കാനുള്ള ഒരു നീക്കമൊക്കെ നടത്താനുള്ള സാധ്യതയുണ്ട്. അതുപോലെ അവിടെ ഗാർക്ക് ദ്വീപിൽ അറ്റാക്ക് നടത്തുന്നു. അപ്പോൾ ഇനി ഈ ഹോർമുസ് കടലെടുക്കുമായി ബന്ധപ്പെട്ട് ലോകരാജ്യങ്ങൾ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധി, ഇപ്പം നമുക്കറിയാം ഇന്ത്യയുടെ അടക്കം ഈ എണ്ണ വ്യാപാരം അടക്കം അല്ലെങ്കിൽ പല വ്യാപാരങ്ങളും അവിടെ പ്രതിസന്ധിയിലാവുകയാണ്. അപ്പോൾ ഈ ഒരു രൂപയുടെ മൂല്യ തകർച്ച പോലുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെ എങ്ങനെയായിരിക്കാം ഇനി നടക്കാൻ പോകുന്നത്? ഇനി എങ്ങനെയായിരിക്കാം ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ നേരിടാൻ പോകുന്നത്? എന്താണ് തോന്നുന്നത്? ഹോർമുസ് കടലെടുക്ക് ഇന്ന് പ്രത്യേകിച്ച് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങൾക്ക് വളരെ അധികം നിർണായകമായ സ്ഥലമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിൽ ഉൾപ്പെടെ മറ്റു പല രാജ്യങ്ങളിലും പാചക ഗ്യാസിൻ്റെ വില, അതുപോലെ തന്നെ മറ്റു പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിക്കുന്ന ഒരു അവസ്ഥയിലെത്തിയിരിക്കുന്നത്. നമുക്ക് ഒരു എക്സാമ്പിളാണ്, കഴിഞ്ഞ ദിവസം ഇന്നലെ ദക്ഷിണ കൊറിയയിൽ ആണവ നിലയങ്ങൾ 80% പ്രവർത്തനക്ഷമമാക്കുമെന്ന് പറഞ്ഞ വാർത്തയുണ്ടായിരുന്നു. അതുപോലെ തന്നെ കൽക്കരി നിലയങ്ങൾ അതെല്ലാം പ്രവർത്തനക്ഷമമാക്കും. കാരണം ഇതുപോലെയുള്ള എണ്ണയുടെ ഓയിൽ ഉൽപ്പന്നങ്ങൾ, പ്രത്യേകിച്ച് ഈ ക്രൂഡ് ഓയിൽ ഉൽപ്പന്നങ്ങളൊക്കെ അതിൻ്റെ ലഭ്യത കുറവ് കാരണം. അതിന് പ്രധാനപ്പെട്ട വസ്തു എന്ന് വെച്ചാൽ ഈ ഹോർമൂസ് കടലിലെടുക്കുന്നതിനുള്ള ഉപരോധമാണ്. ഒന്ന് ട്രംപിൻ്റെ ഭാഗത്തുനിന്നും അതുപോലെയുള്ള മറ്റ് രാജ്യങ്ങളുടെ ഉപരോധം, പ്ലസ് ഈ ഇറാൻ്റെ അധികാര പരിധിയിൽപ്പെടുന്ന ഹോർമൂസ് കടൽ ഇറാൻ അടയ്ക്കുന്ന ഒരു അവസ്ഥ. ഹോർമൂസ് കടലെടുക്ക് അടഞ്ഞു തന്നെ കിടക്കുമെന്നാണ് ഇപ്പോഴുള്ള സുപ്രീം ലീഡർ ആയിരിക്കുന്ന മുസ്തഫ ഖമേനി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഇപ്പോൾ ട്രംപ് പല സഖ്യകക്ഷി രാജ്യങ്ങളോട്, നാറ്റോയിൽ അംഗമായ രാജ്യങ്ങളോട്, ഫ്രാൻസ്, ജർമ്മനി അങ്ങനെയുള്ള പല രാജ്യങ്ങളോടും സഹായം അഭ്യർത്ഥിച്ചിരുന്നു. അവരുടെ യുദ്ധക്കപ്പലുകളൊക്കെ വരണമെന്നൊക്കെ ട്രംപ് പറഞ്ഞിരുന്നു. പക്ഷേ അവിടുത്തെ സംഘർഷാവസ്ഥ, അതായത് ഹോർമൂസ് കടലിലെ സംഘർഷാവസ്ഥ ഒരു പക്ഷേ വർദ്ധിക്കാൻ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ മറ്റു കക്ഷി രാജ്യങ്ങൾ ഇതിൽ വരാൻ താല്പര്യമില്ല, അവിടേക്ക് യുദ്ധക്കപ്പലുകൾ അയക്കില്ല എന്നുള്ളൊരു നിലപാടിലേക്കാണ് എത്തിയിരുന്നത്. ഈ ഉത്തരം പ്രതീക്ഷിച്ചിരുന്നു എന്നാണ് ട്രംപ് പിന്നീട് ട്രംപിന്റെ പ്രസ്താവനയിൽ പറഞ്ഞിരുന്നത്. മാത്രമല്ല, ട്രംപ് പറയാണ്, നിങ്ങൾ വരുമോ ഇല്ലയോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ സഹായം ഞാൻ അഭ്യർത്ഥിച്ചത്. അത് നിങ്ങളുടെ സഹായം ആവശ്യമുള്ളത് കൊണ്ടല്ല, നിങ്ങളെ ഞാൻ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്തത്. നിങ്ങൾ വരുമോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇനി കാരണം ഈ സഖ്യകക്ഷി രാജ്യങ്ങളിലേക്ക് ഇപ്പോൾ അമേരിക്കയുടെ കുറേ ഫണ്ടുകൾ ഒഴുകുന്നുണ്ട് എന്ന് ട്രംപ് അവിടെ പരാമർശിച്ചിട്ടാണ് ഈ കാര്യം പറയുന്നത്. അപ്പോൾ ഒരു പക്ഷേ ഇനി നാറ്റോ അടക്കമുള്ള അങ്ങനെ സഖ്യകക്ഷി രാജ്യങ്ങളിലേക്ക് അമേരിക്കയുടെ ഫണ്ട് ഒഴുകുന്നുണ്ടെങ്കിൽ ഈ അമേരിക്ക വിളിക്കുന്ന ഇതുപോലെയുള്ള പല കാര്യങ്ങൾക്കും ഈ സഖ്യകക്ഷികൾ എത്തുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കാൻ പോകുന്ന ഒരു പക്ഷേ ഈ ഫണ്ടിങ് ഒരു പക്ഷേ അമേരിക്ക നിർത്തലാക്കാൻ സാധ്യത ഉണ്ടാവുകയായിരിക്കാം. നമുക്കറിയാലോ, ഈ UN-ലേക്കുള്ള WHO, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, അങ്ങനെയുള്ള പല ഫണ്ടിങ്ങിലേക്കും മുമ്പ് അമേരിക്ക കൊടുത്തിരുന്ന എത്രയോ ബില്യൺ ഡോളേഴ്സൊക്കെ അമേരിക്ക ഈ ട്രംപ് വന്നതിന് ശേഷം നിർത്തലാക്കി എന്നുള്ള വാർത്തകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഈ WHO പോലെയുള്ള ഓർഗനൈസേഷൻ മറ്റു പല ആവശ്യങ്ങളും ഇപ്പം ജനങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അമേരിക്കയുടെ ഫണ്ട് കിട്ടുന്നില്ല എന്നുള്ളൊരു വാർത്തയാണ് പുറത്തു വരുന്നത്. അപ്പോൾ അതുപോലെ ഇതുപോലെയുള്ള സഖ്യകക്ഷികൾ, ഇത് പറയുക ഫ്രാൻസ്, ജർമ്മനി അങ്ങനെ പോലെ നാറ്റോ ഉൾപ്പെടെയുള്ള സഖ്യകക്ഷികൾക്ക് ഈ അമേരിക്കൻ ഫണ്ടിങ് ഒരു പക്ഷേ കുറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി നമുക്ക് ഊഹിക്കാമെന്നുള്ളൂ. തീർച്ചയായിട്ടും ഈ രാജ്യങ്ങൾ അമേരിക്ക പറയുന്നത് ഒരു പക്ഷേ അനുസരിക്കേണ്ടി വരും. അപ്പോൾ അമേരിക്ക സ്വന്തമായിട്ട് ചെയ്യാവുന്ന കാര്യമുള്ളൂ, പക്ഷേ അവരുടെ പ്രതികരണം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇത് ചോദിച്ചതെന്നാണ് ട്രംപ് പറഞ്ഞത്. ഇനി മറ്റൊരു വാർത്ത നമ്മൾ മനസ്സിലാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മാസം അവസാനം മാർച്ച് 31-ാം തീയതിക്കുള്ളിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായിട്ടൊരു മീറ്റിംഗ്, ഒരു കൂടിക്കാഴ്ച, ഔദ്യോഗികമായൊരു കൂടിക്കാഴ്ച നടത്തുമെന്നുള്ളൊരു വാർത്തകൾ പുറത്തു വന്നിരുന്നു. പക്ഷേ ഇന്നലെയും ഇന്നായിട്ടൊന്ന് രാവിലേക്കായിട്ട് വന്ന വാർത്ത എന്ന് വെച്ചാൽ ഈ മാസം അങ്ങനൊരു കൂടിക്കാഴ്ച നടത്താൻ സാധ്യതയില്ല. കാരണം ചൈനയോടും ഈ ട്രംപ് ഇതുപോലെയുള്ളൊരു അഭ്യർത്ഥന നടത്തിയിരുന്നു. ഹോർമൂസ് കടലെടുക്കിനെ പ്രതി ചൈനയുടെ സഹായം അഭ്യർത്ഥിച്ചിരുന്നു. അപ്പോൾ ചൈന ഇതുവരെ ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല, പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ്. പ്രതികരിക്കാൻ സാധ്യത ഉണ്ടാവില്ല. കാരണം ഈ US കഴിഞ്ഞാൽ ഇപ്പോൾ രണ്ടാമത് നിൽക്കുന്ന വലിയൊരു രാജ്യം എന്ന് പറയുന്നത് ചൈനയാണ്.
പിന്നീട് റഷ്യയാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ചൈന നമുക്കറിയാവുന്നതുപോലെ ഇറാൻ്റെ ഒരു സഖ്യകക്ഷി, ഒളിഞ്ഞും തെളിഞ്ഞും കിടക്കുന്ന ഒരു സഖ്യകക്ഷി എന്ന നിലയിലാണ് ചൈന പ്രവർത്തിക്കുന്നത്. അപ്പോൾ ചൈന ഈ ഹോർമസ് കടലിടുക്കിനെ പ്രതി ഒരു പക്ഷേ സഹകരിച്ചാൽ അത് ഇറാനായിട്ടുള്ളൊരു ബന്ധം വഷളാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അത് സഹകരിക്കില്ല എന്നായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ചൈനയിലേക്കുള്ള ഷീ ജിൻപിങ്ങുമായിട്ടുള്ള മീറ്റിംഗ് ഈ മാസം ഉണ്ടാകില്ല എന്നുള്ളൊരു വാർത്ത അതിനിടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്ത്യ ആയിട്ട് ഇതുപോലെ തന്നെ ട്രംപ് ഇന്ത്യയും ഒരുപക്ഷെ സഹകരിക്കാം, ഇന്ത്യയോട് ചോദിച്ചിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂടെ, പക്ഷേ സഹകരിച്ചേക്കാം എന്നൊക്കെ ട്രംപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ സഹകരിക്കാമായിരിക്കാം. പക്ഷേ ഈ ഒരു അവസ്ഥ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഹോർമോസ് കടലെടുക്ക് എത്ര നാളത്തോളം അടഞ്ഞു കൊടുക്കുന്നു അതിനനുസരിച്ചുള്ള ബുദ്ധിമുട്ട് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങൾക്ക് വളരെ കൂടുതലായിരിക്കും. ഇന്ത്യക്ക് ഇപ്പോൾ സുപ്രധാന സ്പെഷ്യലായിട്ട് തന്നെ പ്രത്യേകമായിട്ട് തന്നെ അവരുടെ കപ്പലുകൾ, നമ്മുടെ കപ്പലുകൾ കടത്തിവിടാനുള്ളൊരു അനുമതി ഇറാൻ കൊടുത്തിരുന്നു. അങ്ങനെയുള്ള വാർത്തയാണ് പുറത്തു വന്നിരുന്നത്. മാത്രമല്ല നമ്മുടെ ഈ ശിവാലിക് ഉൾപ്പെടെയുള്ള കപ്പലുകൾ ഇന്ത്യൻ തീരത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ കൂടുതലായിട്ട് പാചകവാത ക്ഷാമങ്ങളൊക്കെ കൂടുതലായി പെട്ടെന്ന് മാറുമെന്നുള്ളൊരു വാർത്തയാണ് കേന്ദ്രം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുറത്തു വിട്ടിരുന്നത്. അപ്പോൾ ഒരു പക്ഷെ അത് മാറുമായിരിക്കും. എങ്കിലും ഈ ഒരു അവസ്ഥ, അതായത് ഇറാൻ്റെ വില്ല് എന്നറിയപ്പെടുന്ന ഹോർമുസ്, വില്ലിൻ്റെ ആകൃതിയിലാണ് ഹോർമുസ് കടലെടുക്ക്. ഇപ്പോൾ ഒരുപക്ഷെ ഇറാൻ്റെ ശക്തി എന്ന് പറയുന്നതായിരിക്കും. അപ്പോൾ ലോകരാജ്യങ്ങളെ, പ്രത്യേകിച്ച് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളെ, ഏഷ്യൻ രാജ്യങ്ങളെ തന്നെ വലിയൊരു പ്രതിസന്ധിയിലാക്കാൻ പോകുന്ന അത്രത്തോളം പവർഫുൾ ആയിട്ടുള്ള ഒരു പാതയാണ് ഈ ഇറാൻ്റെ ഹോർമുസ് എന്ന് പറയാം. അങ്ങനെ വേണമെങ്കിൽ പറയാൻ സാധിക്കും. അത്രത്തോളം പവർ അതിനുണ്ട്. അപ്പോൾ മുമ്പ് നമുക്ക് ചിന്തിക്കാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇറാൻ ആയിട്ടുള്ള ഒരു യുദ്ധം പ്രത്യേകിച്ചൊന്നും നമുക്കൊന്നും സംഭവിക്കില്ല എന്നുള്ള മട്ടിലായിരുന്നു നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഈ ഒരു ഹോർമോസ് കടലെടുക്ക് എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലപ്പോഴും ആ സമയത്ത് വരാതിരുന്നു എന്നുള്ളതാണ് നമ്മുടെ പലപ്പോഴും പലരുടെയും മനസ്സിലുണ്ടായിരുന്നൊരു കാര്യം. പക്ഷേ ഇത് അടച്ചു കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ പ്രതിസന്ധി എത്രത്തോളം രൂക്ഷമായത്. നമുക്ക് തൃശ്ശൂരിൽ പോലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ റെസ്റ്റോറൻറ്റൊക്കെ അടച്ചു കിടന്നിരുന്നു. കാരണം എന്തായിരുന്നു? പാചകവാതക്ഷാമം, ഇതിൻ്റെ ലഭ്യത കുറവ്, അങ്ങനെയുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രത്യേകമുള്ള അറിയിപ്പ്, അതുള്ള കാരണം കൊണ്ടൊക്കെ അടച്ചു കിടക്കേണ്ടി വന്നു. അപ്പോൾ പല ബിസിനസ്സുകാരും അത്രത്തോളം വഴിമുട്ടിലായി. എന്ത് കാരണം? ഇറാനായിട്ടുള്ള യുദ്ധം, ആ ഹോർമോസ് കടലെടുക്ക് അടച്ചു എന്നുള്ളതിൻ്റെ ഒറ്റ കാരണം കൊണ്ടാണ് ഇത്ര. അപ്പോൾ ഇറാൻ്റെ ശക്തി എത്രത്തോളം നമുക്ക് ഊഹിക്കാമെന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ ഇറാൻ്റെ ശക്തി എന്ന് പറയുന്നത് അവരുടെ മിസൈലും അങ്ങനെയൊന്നല്ല, അതൊക്കെ യുഎസിന് മറ്റുള്ള രാജ്യങ്ങളൊക്കെ ഒന്നിച്ച് തീർക്കാവുന്ന കാര്യമുള്ളൂ. പക്ഷേ ഈ ഹോർമോസ് കടലെടുക്ക് എത്ര നാളത്തോളം ഈ ഇറാൻ്റെ അധീനതയിലായിരിക്കുമോ അത്ര നാളത്തോളം ഇങ്ങനത്തെ ഒരു ഈ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്കും ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കും സാമ്പത്തികമായിട്ടുള്ള, അതുപോലെ തന്നെ ഭക്ഷ്യലഭ്യത, അങ്ങനെയുള്ള പല മേഖലകളിലും തടസ്സം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ പാചകക്ഷാമം, അതുപോലെ തന്നെ എണ്ണയുടെ വിതരണം, അതൊക്കെ തടസ്സപ്പെട്ട് കഴിഞ്ഞുണ്ടാകാൻ പോകുന്ന എന്താണ്? നിർമ്മാണ മേഖലയിൽ, ഭക്ഷണ മേഖലയിൽ, ഗതാഗത മേഖലയിൽ, മിക്ക മേഖലയിലും ഈ പെട്ടെന്നുള്ളൊരു പ്രൈസ്, എല്ലാത്തിനും വില കൂടുന്നൊരവസ്ഥ വരും, സാമ്പത്തിക മാന്ദ്യം വരും, ജോലി സാധ്യത വളരെ കുറയും, പിരിച്ചുവിടി ലൈ ഓഫ്സ് ഒക്കെ ഇതൊക്കെ കൂടുതലായിട്ട് വരാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ ഒരൊറ്റ കടലെടുക്കിൻ്റെ ഒരു പ്രശ്നം കാരണം കൊണ്ട് വരുമെങ്കിൽ അപ്പോൾ നമുക്ക് ഊഹിക്കാമെന്നുള്ളൂ ഈ ഹോർമസ് എത്രത്തോളം നിർണായകമായ സ്ഥാനമാണെന്നുള്ളത്. അപ്പോൾ ഈ ഹോർമസ് കടലെടുക്ക് പിടിച്ചെടുക്കുമെന്നാണ് ട്രംപ് മുമ്പ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇറാൻ്റെ ആ പൂർണ്ണ സ്വാതന്ത്ര്യം എടുത്തു മാറ്റി അവിടെ ആ ഹോർമസ് കടലെടുക്ക് സ്വതന്ത്രമാക്കി പിടിച്ചെടുക്കും എന്നൊക്കെയുള്ള വാർത്ത വരുന്നുണ്ട്. ഒരു പക്ഷേ പിടിച്ചെടുക്കുമായിരിക്കാം, നമുക്ക് അറിഞ്ഞുകൂടാ എന്തായിരിക്കും ഫ്യൂച്ചറിൽ സംഭവിക്കുക. അല്ലെങ്കിൽ ഒരു പക്ഷേ ഈ സമാധാന ചർച്ചകൾക്ക് വഴിയുണ്ടാകുമായിരിക്കാം. അതേസമയം ഇസ്രായേൽ എന്ന രാജ്യം അവിടെ നിൽക്കുന്നുണ്ട്. ഇത്ര വരെ ഖമേനിനെ കടിച്ച് തെറിപ്പിച്ചൊരു രാജ്യം, അല്ലെങ്കിൽ അതായത് ഇസ്രായേലിനും മറ്റു മിഡിൽ ഈസ്റ്റ് പശ്ചിമേഷ്യ രാജ്യങ്ങൾക്ക് ഭീഷണിയായി നിന്നിരുന്നു എന്ന് പറയപ്പെട്ടു. തീർച്ചയായിട്ടും നിന്നിരുന്നു. അങ്ങനത്തെ ഒരു രാജ്യത്തിൻ്റെ ഉണ്ടായിരുന്നൊരു ഭരണാധികാരിയെ തെറിപ്പിച്ചു. ഇനി ആ ഭരണകൂടം സമ്പൂർണ്ണമായി നശിപ്പിക്കുമെന്ന് പറഞ്ഞിരുന്ന ഇസ്രായേൽ അവിടെ നിൽക്കുന്നുണ്ട്. ഇസ്രായേൽ മാത്രമല്ല, യു എസ് അവിടെയുണ്ട്. അപ്പോൾ ഇനി അവർ ചെയ്യാൻ ഉദ്യമിച്ചിരുന്ന കാര്യം ചെയ്യാതെ അവർ വന്നു കഴിഞ്ഞാൽ വെറും ഏകദേശം 10 മാസങ്ങളോ അല്ലെങ്കിൽ 1-2 വർഷങ്ങൾക്കുള്ളിൽ പൂർവാധിക ശക്തിയോടെ ഇറാൻ തിരിച്ചു വരും എന്നുള്ളത് കാര്യം 100% ഉറപ്പാണ്. അങ്ങനെ ഇരിക്കെ ഇതൊക്കെല്ലാം മുൻകൂട്ടി കണ്ട ട്രംപ്, അതുപോലെ തന്നെ നെതന്യാഹു അടങ്ങിയ ഒരു ടീം ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല ഈ യുദ്ധം പെട്ടെന്നൊന്നും അവസാനിപ്പിക്കും എന്നെനിക്ക് തോന്നുന്നില്ല. ഒരുപക്ഷെ പൂർണ്ണമായിട്ട് അവർ അധികാരികളെ നശിപ്പിച്ച് കളയുക, ഉന്മൂലനം ചെയ്യാതെ യുദ്ധം അവസാനിപ്പിക്കാൻ സാധ്യതയില്ലായിരിക്കാം എന്ന് നമുക്ക് വിശ്വസിക്കാം. മാത്രമല്ല അതേസമയം ഹോർമൂസ് കടലെടുക്കുക എന്നൊരു ഭാഗം അവിടെ എപ്പോഴും ചർച്ചാ വിഷയമാണ്. ശരിക്കും ജോൺ പറഞ്ഞത് കേട്ടപ്പോൾ അതായത് എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ചാൽ, അതായത് യുദ്ധം പെട്ടെന്ന് ഒരു അവസാനത്തിലേക്ക്, അതായത് ചിലപ്പോൾ ഒരു വെടിനിർത്തൽ കരാറോ അല്ലെങ്കിൽ ഒരു സമാധാന ചർച്ചയിലേക്കൊക്കെ എത്താനുള്ളൊരു സാധ്യത ഉണ്ടാകും. പക്ഷേ ഈ പ്രതിരോധങ്ങൾ, അല്ലെങ്കിൽ ഇതിനു മുന്നേ ഉണ്ടായ പോലെ ഇറാന് എതിരെയുള്ള പ്രതിരോധങ്ങളോ അല്ലെങ്കിൽ മറ്റ് സൈബർ ആക്രമണങ്ങളൊക്കെ പലതവണ നടന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലുള്ള എന്തെങ്കിലും നീക്കങ്ങളോ അല്ലെങ്കിൽ ഈ ആണവ നിലയങ്ങൾ ലക്ഷ്യം വെച്ചുള്ള എന്തെങ്കിലും അറ്റാക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു സാധ്യതയും ഉണ്ട്.
ഉണ്ട്. കാരണം പൂർണ്ണമായിട്ടും യുദ്ധം പിൻവലിക്കാനുള്ളൊരു സാധ്യത ഇവിടെ കാണുന്നില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളവിടെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ജോൺ പറഞ്ഞതുപോലെ തന്നെ ഒരു പിന്മാറ്റം പൂർണ്ണമായിട്ടും ഇതിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ ആ ഒരു മേഖലയിൽ ഇറാൻ ശക്തമായിട്ട് തിരിച്ചു വരിക തന്നെ ചെയ്യും. കാരണം ഇപ്പോൾ ഒരു ആണവായുധം ഉണ്ടാക്കുന്നതിന്റെ അവസാന സ്റ്റേജ് വരെ അവർ എത്തി നിൽക്കുവാണ്. ഈ ആണവായുധം കൂടെ ഉണ്ടാക്കി കഴിഞ്ഞിരുന്നെങ്കിൽ ലോകത്തിന് അത് വലിയൊരു ഭീഷണിയായിരുന്നു. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഇവർ സ്വന്തം രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി അത് ഉപയോഗിക്കുമായിരുന്നെങ്കിൽ ഇതുപോലെ അമേരിക്ക ഇസ്രായേലും കയറിയിട്ട് ഇറാനെ ചൊറിയാനോ അല്ലെങ്കിൽ അറ്റാക്ക് ചെയ്യാനോ നിൽക്കത്തില്ലായിരുന്നു. അത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് അത് വലിയൊരു ഭീഷണിയാവും, അത് പശ്ചിമേഷ്യക്ക് വലിയൊരു ഭീഷണിയാവും എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇതുപോലൊരു ഉപരോധത്തിലേക്കും പ്രശ്നങ്ങളിലേക്കും ചെന്നെത്താൻ ഈ ഒരു പ്രശ്നത്തിലേക്ക് എത്തിയത്. കാരണം നമുക്കൊരു ഒരു ഡൂംസ്ഡേ ക്ലോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം, അത് ടെഹ്റാനിൽ ഈ ഖമേനി സ്ഥാപിച്ചൊരു സംവിധാനമാണ് ഡൂംസ്ഡേ ക്ലോക്ക്. അതായത് 2040 മുതൽ പുറകോട്ട് ഇങ്ങനെ ടൈം എണ്ണി വരികയാണ്. 2040 എത്തുമ്പോഴേക്കും ഒരു കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. 2040 എത്തുമ്പോഴേക്കും ഈ ഡൂംസ്ഡേ ക്ലോക്ക് നിലയ്ക്കും. അതോടുകൂടി ഇസ്രായേൽ അവസാനിക്കുമെന്നാണ് ഈ ഖമേനി ഈ അവിടുത്തെ ജനങ്ങൾക്ക് മുന്നിൽ വെച്ചിരിക്കുന്ന ഒരു ഓഫർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത് ശരിക്കും ഒരു രാജ്യത്തിന്റെ നേരെ ഉള്ള ശക്തമായിട്ടുള്ള ഒരു വെല്ലുവിളി തന്നെയാണ് അവിടെ ഉയർത്തിയിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ഈ ഇറാൻ നിരത്തിയ പല പ്രോക്സി ഗ്രൂപ്പുകൾ, നമുക്ക് അറിയാവുന്ന പോലെ ഹിസ്ബുള്ള, ഹൂതികൾ പോലുള്ള, ഹമാസ് പോലുള്ള പല തീവ്രവാദ ഗ്രൂപ്പുകൾ നമുക്കറിയാം. അപ്പോൾ ഇറാൻ ഇനി ഒരു തിരിച്ചുവരവ് നടത്തിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഉള്ള ഖമേനി, നമുക്കറിയാം മൊജ്തബ ഖമേനി, ഈ മുസ്തഫ ഖമേനി ഇപ്പോൾ അപകടപ്പെട്ടു എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. ഇപ്പം മോസ്കോയിൽ ചികിത്സയിലാണെന്നുള്ള വാർത്തകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇനിയിപ്പോൾ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ പോലും മറ്റൊരാളുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ഇറാനിൽ തന്നെ ഉള്ള അല്ലെങ്കിൽ ഇറാന്റെ ഈ ഒരു തീവ്രവാദ പക്ഷം പിടിക്കുന്ന ഒരാളുടെ നേതൃത്വത്തിൽ ഒരു ഭരണകൂടം വരികയാണെങ്കിൽ, യുദ്ധത്തിൽ നിന്ന് അമേരിക്കയും ഇസ്രായേലും പിന്മാറുകയാണെങ്കിൽ ഈ തീവ്രവാദ ശക്തികളൊക്കെ വീണ്ടും പൂർവാധികം ശക്തിയോടുകൂടി പൊങ്ങി വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ അത് ഇസ്രായേലിനും ഇപ്പോൾ ലെബനനിൽ നടക്കുന്ന, ലെബനൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഭീഷണി, ഇപ്പം അതുപോലെ ഈ ഒരു പശ്ചിമേഷ്യ മുഴുവൻ ഒരു വലിയൊരു ഭീഷണിയാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും ഒരു യുദ്ധം, അതായത് ചിലപ്പോൾ ഒരു ചർച്ചയിലേക്കൊക്കെ എത്താനുള്ള സാധ്യത ഉണ്ടായേക്കാം. ഇനിയിപ്പോൾ അതല്ല എങ്കിൽ ഒരു താൽക്കാലിക വെടിനിർത്തലൊക്കെ വന്നേക്കാം. എന്നിരുന്നാലും ഈ ഒരു സംഘർഷം അത് പശ്ചിമേഷ്യയെ വിട്ടൊഴിയുമെന്ന് പെട്ടെന്നൊന്നും ഒഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പൊ അമേരിക്ക ഹോർമോസ് കടലിടുക്ക് പിടിച്ചെടുക്കുക, അല്ലെങ്കിൽ ഈ മറ്റേ വെനസ്വേലയിലൊക്കെ നടത്തിയ പോലെ ഒരു നേതൃമാറ്റം അമേരിക്കയുടെ നേതൃത്വത്തിൽ നടക്കുകയൊക്കെ ചെയ്താൽ മാത്രമേ അവിടെ ഒരു സമാധാനം വരാൻ സാധ്യതയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. റോബിൻ, ഇപ്പം ഈ ഒരു യുദ്ധം ഇങ്ങനെ പോകുമ്പോൾ ഇനിയിപ്പോൾ ഈ ഇറാന്റെ ഒരു ഭാവി അല്ലെങ്കിൽ അമേരിക്കയുടെ കൂടുതൽ ഇടപെടലുകൾ, കരയുദ്ധം, നമുക്കറിയാം കുർദുകളെ അണിനിർത്തിക്കൊണ്ട് അമേരിക്ക ഒരു കരയുദ്ധത്തിലേക്കൊക്കെ പോകാനുള്ള സാധ്യതകളൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതുപോലെ ഒരു കരയുദ്ധം, ഇറാഖിൽ നിന്നുള്ള ഒരു കരയുദ്ധം, അതുപോലെ ഈ ഒരു ഭീഷണി, ഇപ്പോഴും നിൽക്കുന്ന ഈ ഒരു യുദ്ധ ഭീഷണി, അത് ലോക രാജ്യങ്ങൾക്കുള്ള ഒരു വാണി, അതുപോലെ അറേബ്യൻ രാജ്യങ്ങൾക്കുള്ള ഒരു ഭീഷണി, അതൊക്കെ എങ്ങനെയാണ് നമുക്ക് വിലയിരുത്താൻ സാധിക്കുക? ഇനി യുദ്ധത്തിന്റെ ഒരു പോക്ക് എങ്ങനെയായിരിക്കും? യുദ്ധത്തിന്റെ ഒരു പോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇസ്രായേലും അമേരിക്കയും ലക്ഷ്യം വെച്ചിരുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് ഇറാന്റെ കയ്യിൽ ഏകദേശം 460 കിലോയോളം എൻറിച്ചഡ് യുറേനിയം ഇരിപ്പുണ്ട്. അപ്പോൾ 60% എൻറിച്ച് ചെയ്ത യുറേനിയമാണ്. അത് വെപ്പൺ ഗ്രേഡ് യുറേനിയത്തിലേക്ക് എത്താൻ, എന്ന് വെച്ചാൽ 2 സ്റ്റെപ്പ് എവേ ഫ്രം ദ വെപ്പൺ ഗ്രേഡ് യുറേനിയം എന്നാണ് പറയുന്നത്. വെച്ചാൽ 2 സ്റ്റെപ്പും കൂടെ അതിനെ സൈക്കിൾ ചെയ്ത് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം വെപ്പൺ ഗ്രേഡിലേക്ക് ഈ യുറേനിയത്തെ എത്തിക്കാൻ കഴിയും. അത് ചിലപ്പോൾ വേണമെങ്കിൽ ഇറാൻ അത് പെട്ടെന്ന് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ള വാർത്തകളൊക്കെ ആയിരുന്നു പുറത്തു വന്നിരുന്നത്. ഒരാഴ്ച 2 ആഴ്ച കൊണ്ട് അത് വെപ്പൺ ഗ്രേഡ് യുറേനിയത്തിലേക്ക് എത്തിക്കാൻ കഴിയും. അത് 1-2 ബോംബുകൾ പെട്ടെന്ന് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ടെന്നൊക്കെയുള്ള റിപ്പോർട്ടുകളായിരുന്നു പുറത്തു വന്നിരുന്നത്. പിന്നെ ഈ ചർച്ചകൾ നടത്തിയപ്പോൾ, ഇപ്പോൾ യുദ്ധത്തിന് മുൻപ് ചർച്ച നടത്തിയപ്പോൾ പോലും ഇപ്പോൾ ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് ആറാച്ചി വിറ്റ്കോഫും ജെറാർഡ് കുഷ്ണറും ഒക്കെ ആയിട്ട് ചർച്ചകൾ നടത്തിയപ്പോൾ അന്ന് അവർ പറഞ്ഞൊരു കാര്യം, ആ വെപ്പൺ ഗ്രേഡ് യുറേനിയം അത് ഞങ്ങൾ നിങ്ങൾക്ക് തരില്ല. അവർ പറഞ്ഞ് അമേരിക്കയ്ക്ക് വേണം എന്ന് കൊടുക്കണമെന്ന് പറഞ്ഞാൽ അത് ചെയ്യില്ല, ഞങ്ങൾക്ക് അത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾക്കുണ്ട്. പക്ഷേ ഇവരെ ഇൻസ്പെക്ട് ചെയ്യാൻ അതുവരെ അമേരിക്കയെ ഒരിക്കലും ഇൻസ്പെക്ഷന് ഇറാൻ അനുവദിച്ചിരുന്നില്ല. ഈ യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് അമേരിക്കയ്ക്ക് ഇൻസ്പെക്ട് ചെയ്യാം, അമേരിക്കൻ ഉദ്യോഗസ്ഥർക്ക് ഇറാനിൽ വന്ന് ഇൻസ്പെക്ട് ചെയ്യാം എന്നുള്ള ഒരു ഓപ്ഷൻ കൂടി ഇറാൻ മുന്നോട്ട് വെച്ചിരുന്നു എന്നുള്ളതാണ്. പക്ഷേ അതിന് അമേരിക്കയും ഇസ്രായേലും സമ്മതിച്ചില്ല എന്നുള്ളൊരു വസ്തുത അവിടെ നിലനിൽപ്പുണ്ട്. അപ്പോൾ ഒന്ന് യുറേനിയത്തിൻ്റെ ഈ പ്രശ്നം, 2 ബാലിസ്റ്റിക് മിസൈൽ, അതും അറിയാം ഈ മേഖല മുഴുവൻ ഇറാൻ്റെ ബാലിസ്റ്റിക് മിസൈലിൻ്റെ പരിധിയിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഇസ്രായേലിന് തീർച്ചയായിട്ടും ഭീഷണിയാണത്. അപ്പോൾ ഓർക്കുക, ബാലിസ്റ്റിക് മിസൈലിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ തീർച്ചയായിട്ടും ഈ യുറേനിയം ഇപ്പോൾ ആണവ പോർമുന ഉണ്ടാക്കി കഴിഞ്ഞാൽ
ഇതുപോലുള്ളൊരു ഒരു മിസൈലും കൂടെ ആണ് ഇത് രണ്ടും. അപ്പോൾ ഇത് രണ്ടും കമ്പൈൻഡ് ആണ് അപ്പോൾ ഈ ആക്രമണം നടത്താൻ വേണ്ടിയിട്ട്. പിന്നെ മൂന്നാമതുണ്ടായിരുന്ന റെജീം ചേഞ്ചിൻ്റെ ഒരു ആവശ്യകതയാണ്. കാരണം ഇപ്പോൾ ഉള്ള റെജീമിനെ മാറ്റണമെന്നുള്ളത്. ഈ 3 ആവശ്യങ്ങൾ വെച്ച് നമ്മൾ ഈ യുദ്ധം എവിടെ എത്തിയെന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ അത് എവിടെ എത്തിയില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട്. കാരണം ബാലിസ്റ്റിക് മിസൈൽ പ്രോഗ്രാമുകൾ ഇറാൻ ഒരിക്കലും ഉപേക്ഷിക്കില്ല എന്നുള്ളത് വ്യക്തമാക്കി. ഇനിയിപ്പം ഇത്രയും ആക്രമണങ്ങൾ നടന്ന സ്ഥിതിക്ക് ഇറാൻ്റെ ന്യൂക്ലിയർ പദ്ധതി അത് ഇറാൻ എത്രത്തോളം ഇനി സമ്മതിക്കും എന്നുള്ളത്. കാരണം ഇനിയിപ്പം ഇങ്ങനെ ആക്രമണം നടത്തിയ സ്ഥിതിക്ക് ഇറാൻ്റെ സുരക്ഷ അവർക്ക് വേണം. കാരണം നേരത്തെ ഖമേനി ഒരു ഫത്വ ഇറക്കിയിട്ടുണ്ടായിരുന്നു വെച്ചാൽ ഇറാന് ന്യൂക്ലിയർ ആയുധങ്ങൾ പാടില്ല എന്ന് പറഞ്ഞു. പക്ഷെ അതിനെ റിവോക്ക് ചെയ്യാനുള്ള ഒരു സംഗതി എന്ന് പറഞ്ഞാൽ ഇറാൻ്റെ ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെതിരെ ഒരു ഭീഷണി ഉണ്ടായാൽ അത് റിവോക്ക് ചെയ്യാനുള്ള ഒരു സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ പുതിയ മോജ്തബ ഖമേനി വന്നതോട് കൂടിയിട്ട് ഇനി ഏത് രീതിയിലായിരിക്കും ഇറാൻ്റെ ഇതിനോടുള്ള മനോഭാവം എന്നുള്ളത് കണ്ടറിയേണ്ടതാണ്. അപ്പോൾ എങ്ങനെയാണെങ്കിലും എവിടെയും എത്തിയില്ല എന്നുള്ളതാണ് ഈ യുദ്ധത്തിൽ നിന്ന് ഇപ്പോൾ ലക്ഷ്യം വെച്ച ഒരു കാര്യങ്ങളിലും എത്തിയില്ല. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആളുകളെ ഇറാനിലുള്ള പൗരന്മാരെ നിരത്തിൽ ഇറക്കിക്കൊണ്ട് അവരിലൂടെ ഒരു വിപ്ലവം ഉണ്ടാക്കിക്കൊണ്ട് ഈ ഗവൺമെൻറ്റിനെ ഇസ്ലാമിക് ഗവൺമെൻറ്റിനെ പുറത്താക്കാനുള്ള ഒരു പദ്ധതിയായിരുന്നു ഇസ്രായേലും അമേരിക്കയും കൂടെ ആവിഷ്കരിച്ചതെന്ന് പറയുന്നത്. പക്ഷേ അതും നടന്നില്ല. ജനങ്ങൾ തെരുവിലിറങ്ങി ഒന്നും ചെയ്തില്ല. പിന്നെ മറ്റൊരു കാര്യമാണ് ഇപ്പോൾ കുർദിഷ്, ഇപ്പോൾ ഇറാഖിൻ്റെ മേഖലകളിലുള്ള കുർദിഷ് മിലിറ്റൻറ്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ ബലൂജ് മേഖലയിലുള്ള. കാരണം ഈ ബലൂജ് മേഖല എന്ന് പറയുന്നത് പാകിസ്ഥാൻ്റെ കയ്യിലുണ്ട്, അതുപോലെ തന്നെ ഈ ഇറാൻ്റെ ഭാഗങ്ങളും കൂടെ കൂടി ചേർന്നാണ് കിടക്കുന്നത് ഈ ബലൂജ് മേഖല. അപ്പോൾ ബലൂജ് മേഖലയിൽ നിന്നും മിലിറ്റൻസിനെ ഇറാനിലേക്ക് ആക്രമണം ഒരു വശത്തൂടെ നടത്തുക, അതുപോലെ തന്നെ കുർദിഷ് മേഖലയിൽ നിന്ന് കുർദിഷ് പോരാളികൾ ഒരു വശത്തു നിന്ന് ആക്രമണം നടത്തുക, ഇങ്ങനെയൊക്കെയുള്ള പ്ലാനുകളുണ്ടായിരുന്നു. പക്ഷേ കുർദിഷ് മേഖലയെല്ലാം ഇറാൻ കൃത്യമായിട്ട് അവർക്ക് വാണിംഗ് കൊടുത്തു. അങ്ങനെ സംഭവിക്കുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ വളരെ വലിയ പ്രത്യാഘാതം ഉണ്ടാകുമെന്ന് ഇറാൻ വാൺ ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായി. പിന്നീട് അവർ തന്നെ പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു, ഞങ്ങൾ ആക്രമിക്കാനില്ല എന്ന് പറയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ പക്ഷേ ഓർക്കുക, കുർദിഷ് മേഖലയിൽ നിന്ന് ആക്രമണം ഉണ്ടായാൽ തന്നെ അങ്ങോട്ട് ഇറാഖിലുള്ള ഇറാൻ്റെ മിലീഷ്യ ഗ്രൂപ്പുകൾ ആ മേഖലയിലേക്ക് ഇപ്പോഴും ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. അവരുടെ എണ്ണ സംഭരണ കേന്ദ്രങ്ങൾക്ക് നേരെ അടക്കം ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും. എന്നാലും അതിനെ അവർ ന്യൂട്രലൈസ് ചെയ്തു. ഇവിടെ ഈ ഭാഗങ്ങളിൽ നിന്ന് എവിടുന്നും ആക്രമണം ഉണ്ടായില്ല. പിന്നീട് ഒരു കാര്യമുണ്ടായിരുന്നത്, ഇറാൻ്റെ ആക്രമണങ്ങളുടെ ശക്തി കുറയുമ്പോൾ, ഇപ്പോൾ ഈ വ്യോമാക്രമണം നടത്തി ഇറാൻ്റെ എല്ലാ രീതിയിലുള്ള ആക്രമണ ശക്തിയെയും ക്ഷയിപ്പിച്ച് കഴിയുമ്പോൾ ഗൾഫിലെ രാജ്യങ്ങളെല്ലാം കൂടെ ചേർന്നുള്ള ഒരു ആക്രമണം, അതുപോലെ നാറ്റോ രാജ്യങ്ങളും കൂടി ചേർന്നുള്ള ഒരു ആക്രമണം ഇറാനിലേക്ക് നടത്താനുള്ള ഒരു സാധ്യതയെക്കുറിച്ച് ചർച്ചകൾ നടത്തിയിരുന്നു. പക്ഷേ അതും ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഇപ്പോൾ നാറ്റോ രാജ്യങ്ങളാണെങ്കിലും ഗൾഫ് രാജ്യങ്ങളാണെങ്കിലും തൽക്കാലം യുദ്ധത്തിലേക്ക് ഇല്ല എന്നുള്ളൊരു നിലപാടിലാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും ഇപ്പോൾ ഏകദേശം ലക്ഷ്യം വെച്ചിരുന്ന ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ കഴിയുന്നില്ല. പക്ഷേ ഇറാനിൽ ഒരുപാട് ഡിസ്ട്രക്ഷൻ, നമ്മൾ ഇറാൻ്റെ ഈ ബെനഫിറ്റിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ഓർത്തിരിക്കേണ്ട കാര്യം, ഇറാനിൽ ഏകദേശം 20,000-ഓളം ടാർഗറ്റുകളായിരുന്നു ഇവർ ലക്ഷ്യം വെച്ചത്. അമേരിക്ക ഇസ്രായേലും കൂടെ ലക്ഷ്യം വെച്ചത് 20,000-ഓളം ടാർഗറ്റുകളായിരുന്നു. അത് ഏകദേശം 7,000-ഓളം ടാർഗറ്റുകൾ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞു എന്നാണ് പറയുന്നത്. ഇനിയും കുറേ ടാർഗറ്റുകൾ കിടക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും അതുപോലെ നാശനഷ്ടം ഇറാനിൽ ഉണ്ടാക്കി എന്നുള്ളൊരു വസ്തുത കൂടി അതിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ ഇറാൻ്റെ ഈ നേട്ടങ്ങളെക്കുറിച്ച് സംസാരിക്കും. കാരണം ഈ യുദ്ധം തുടങ്ങുമ്പോൾ പറയുന്നുണ്ടായിരുന്നു, ഇറാന് ഒരു നിശ്ചിത കാലഘട്ടത്തിൽ ഇവരുടെ ആക്രമണങ്ങളെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞാൽ തന്നെ ഇറാൻ വിജയിച്ചു എന്നുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു സംസാരം, ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ എന്താണെങ്കിലും ഇറാനിൽ ഭരണമാറ്റം സംഭവിച്ചില്ല. ഇറാൻ ഈ ആക്രമണങ്ങളെ പിടിച്ചു നിന്നിരുന്നു. കാരണം ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ഈ വാർ സ്ട്രാറ്റജി പരിശോധിക്കപ്പെടേണ്ടതാണ്. കാരണം ഈ ഇറാൻ്റെ വാർ സ്ട്രാറ്റജി, ഇപ്പം ഡൊണാൾഡ് ട്രംപ് പറയുന്നു ഇറാൻ്റെ നേവിയെ ഞങ്ങൾ ഇല്ലാതായി, എയർഫോഴ്സിനെ ഇല്ലാതാക്കിയെന്ന്. പക്ഷേ ഇറാൻ്റെ വാർ സ്ട്രാറ്റജി അതിലും ഡിഫറൻ്റ് ആണ്. കാരണം അവർക്ക് ഈ പറയുന്ന വലിയ നേവി കപ്പാസിറ്റികൾ, ഇപ്പോൾ അമേരിക്കയോ ഇസ്രായേലോ ആയിട്ട് താരതമ്യം ചെയ്യുമ്പോൾ അത്ര വലിയ നേവി കപ്പാസിറ്റിയുള്ള ആളുകളല്ല. എയർഫോഴ്സ് എന്ന് പറഞ്ഞാലും അവരുടെ വളരെ പഴഞ്ചൻ എയർഫോഴ്സാണ്. പഴയ ഷായുടെ കാലത്തൊക്കെയുള്ള വിമാനങ്ങളും ഒക്കെയാണ് അവരുടെ കയ്യിൽ ഉള്ളത്. അപ്പോൾ അവരങ്ങനെ വലിയ എയർഫോഴ്സും ഇതുള്ളത്. എന്നാലും അവർ യുദ്ധം തുടങ്ങിയ സമയത്ത് അവരുടെ ആ യുദ്ധവിമാനങ്ങൾ വെച്ച് അവർ ആക്രമണങ്ങൾ ആ ഏരിയയിലേക്ക് നടക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതാണ് ഒരിടയ്ക്ക് ഇറാൻ്റെ ചില ഫൈറ്റർ ജെറ്റുകൾ വെടിവെച്ചിടുന്നതും അതിനെക്കുറിച്ചെല്ലാം വാർത്തകൾ വന്നിരുന്നത്. ഏതാണെങ്കിലും പക്ഷേ അവരെ സംബന്ധിച്ച് അവരുടെ കാപ്പബിലിറ്റി, മിസൈലുകൾ, ഡ്രോണുകൾ, ഇങ്ങനെയൊക്കെയുള്ള ക്യാപ്പബിലിറ്റി. അതുപോലെ ഗ്രൗണ്ടിലേക്ക് ഇപ്പം ഇറങ്ങുമെന്ന് പറയുന്നു. ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുക എന്ന് പറയുന്നത് അത് ഒരു ആത്മഹത്യാപരമാണ് എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോഴും ഇറങ്ങാതെ നിൽക്കുന്നത് എന്നുള്ളത്. ഇപ്പോൾ US മറൈനുകൾ ഇങ്ങോട്ട് എത്തുന്നുണ്ട് എന്ന് പറയുമ്പോൾ പോലും അത് എത്രത്തോളം സാധ്യമാണ് എന്നുള്ളത്
കണ്ടിരുന്ന് കാണേണ്ടത്. കാരണം ഇറാന്റെ ഇതേ സ്ട്രാറ്റജികളാണ് ഇസ്രായേലിന്റെ സൈഡിൽ ഹമാസും ഹിസ്ബുള്ളയും എല്ലാം പയറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇവർ കൊടുത്ത ട്രെയിനിങ് ഒക്കെ തന്നെയാണ് അവിടുന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനെ എത്രത്തോളം ഇസ്രായേലിന്റെ അത്രയും ശക്തമായിട്ടുള്ള സൈന്യത്തിന് എത്രത്തോളം അതിനെ അമർച്ച ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് നമ്മൾ നോക്കണേ. കാരണം ഇപ്പോഴും ഗാസയെ അങ്ങോളം ഇങ്ങോളം അടിച്ചു നിരത്തിയിട്ടും അണ്ടർഗ്രൗണ്ടുകൾ ഇപ്പോഴും പലതും സജീവമാണ് എന്നുള്ളതാണ് ഗാസയിലെ തീവ്രവാദ ഗ്രൂപ്പുകളുടെ. ഹിസ്ബുള്ള അതുപോലെ തന്നെ ഹിസ്ബുള്ളയിലേക്ക് ലെബനോന്റെ മേഖലയിലേക്ക് കരയുദ്ധം ഇസ്രായേൽ തുടങ്ങിയിരിക്കുന്നു. പക്ഷേ പല മേഖലകളിലും പിന്നീടും പിന്തിരിയേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നു എന്നുള്ളതാണ്. എന്നുവെച്ചാൽ അപ്പോൾ അതിലും കൃത്യമായ വാർ സ്ട്രാറ്റജിയാണ് കരയുദ്ധത്തിന്റെ കാര്യത്തിലേക്ക് എത്തുമ്പോൾ ഇറാനിലുള്ളത്. അപ്പോൾ അത് മാത്രമല്ല ആ പ്രദേശങ്ങളിലെ ഭൂപ്രദേശത്തിന്റെ രീതിയും ഘടന കാര്യങ്ങളെല്ലാം, കാരണം ഇറാൻ അത്രയും ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു രാജ്യം കൂടിയുള്ള ആണെന്നുള്ളത് കൂടി ഇതിനുള്ളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ കരയുദ്ധം എത്രത്തോളം സാധ്യമാണ് എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട അവസ്ഥയാണ്. പിന്നെ എന്തുകൊണ്ട് ഗൾഫ് രാജ്യങ്ങൾ ആക്രമിക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗൾഫ് രാജ്യങ്ങൾ നമുക്കറിയാം, ഗൾഫിലേക്ക് ഇപ്പം ഇറാൻ ആക്രമിക്കുന്നത് അമേരിക്കയുമായി ബന്ധമുള്ള അസറ്റുകളെയാണ് ഇറാൻ ഇപ്പോൾ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ ഇറാന്റെ ഓയിൽ റിഫൈനറികളിലേക്ക് അമേരിക്കയോ ഇസ്രായേലോ ആക്രമണം നടത്തുമ്പോഴാണ് അവർ തിരിച്ച് ഓയിൽ റിഫൈനറികൾ അതേപോലെ സെയിം ഒരു പ്രതികരണം ഈ ഇപ്പോൾ ഗൾഫിലെ ഏതെങ്കിലും രാജ്യങ്ങളുടെ ഓയിൽ റിഫൈനറികളിലേക്ക് ആക്രമണം ഇവർ നടത്തുന്നത് എന്നുള്ളതാണ്. പിന്നെ ഹോർമൂസ് കടലിടുക്ക് അവർ പ്രതിരോധിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അത് ഇന്റർനാഷണൽ എക്കോണമി തന്നെയാണ്. അത് അമേരിക്കയെയും യൂറോപ്പിനെയുമാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് എന്നുള്ളൊരു വസ്തുത അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ഇപ്പോൾ പാകിസ്ഥാന്റെ ഏകദേശം 3ഓളം കപ്പലുകളെ ഇതിൻ്റെ ഇടയിൽ അവർ വിട്ടുകൊടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇന്ത്യയുടെ കപ്പലുകൾ അവിടുന്ന് ചിലത് പോരുന്നു, ചൈനയുടെ കപ്പലുകൾ ചിലത് ഹോർമൂസിൽ കൂടി അവർ വിടുന്ന സാഹചര്യം ഉണ്ടായി. അതുകൂടാതെ ഓരോ ദിവസവും 1.2 മില്യൺ ബാരൽ വെച്ച് ഇറാന്റെ ഓയിൽ ഇതുവഴി പോകുന്നുണ്ട്. അത് മറ്റൊരു കണക്കാണ് 1.2. കാരണം ഇറാന്റെ കസ്റ്റമേഴ്സിനെ ഉള്ള ഓയിൽ ഇതുവഴി ഇപ്പോഴും പോകുന്നുണ്ട്. ഒരു ദിവസം 1.2 മില്യൺ ബാരൽ വെച്ച് പോകണം. കാരണം അതിലേക്കൊന്നും ആക്രമണം നടത്താത്തതിൻ്റെ കാരണം ഡൊണാൾഡ് ട്രംപ് തന്നെ പറഞ്ഞു ഞങ്ങൾ അതെല്ലാം പോകാൻ അനുവദിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ യൂറോപ്യൻ രാജ്യങ്ങൾ ഫ്രാൻസും ജർമ്മനി അടക്കം ഇറാനുമായിട്ട് ചർച്ചകൾ നടത്തുന്നുമുണ്ട്. കാരണം അവരൊക്കെ ഇപ്പം കപ്പലുകൾ ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടു നാറ്റോ ഈ കപ്പൽ വിടണം. കാരണം നാറ്റോയോട് ഡൊണാൾഡ് ട്രംപ് ഭീഷണിപ്പെടുത്തുമ്പോൾ ഉള്ള ഒരു കാര്യം, നാറ്റോയുടെ ആയുധങ്ങളെല്ലാം അമേരിക്കയുടേതാണ്. നാറ്റോയുടെ 50% പണവും ചെലവഴിക്കുന്നത് 50% മുകളിൽ പണം ചെലവഴിക്കുന്നത് അമേരിക്കയാണ്. അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിലാണ് നാറ്റോയോട് ഭീഷണിപ്പെടുത്തുന്നത്. പക്ഷേ നാറ്റോയും അത് കണക്കാക്കുന്ന സാഹചര്യം, കാരണം അങ്ങനെ ഒരു യുദ്ധത്തിലേക്ക് ഇപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന ഒരു യുദ്ധത്തിലേക്ക് എടുത്തു ചേരാൻ അവർക്കും താല്പര്യമില്ല എന്നുള്ളതാണ്. ഇതിൻ്റെ ഉള്ളിൽ ഏറ്റവും അവസാനമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ ഫസ്റ്റ് 12 ഡേ വാർ 12 ദിവസത്തെ യുദ്ധത്തിൻ്റെ സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു ഈ യുദ്ധം ഒരു ടെസ്റ്റ് ഡോസാണ് എന്ന് പറയുന്നത്. തുടക്കത്തിൽ തന്നെ നമ്മളെന്ന് പറഞ്ഞു ഈ യുദ്ധം ഒരു ടെസ്റ്റ് ഡോസാണ്. അതുപോലെ തന്നെ 12 ദിവസം യുദ്ധം നടത്തി അവർ കൃത്യമായിട്ട് ചർച്ചകൾ നടത്തി പിരിഞ്ഞ് അത് അങ്ങനെ പോയി. അതിനുശേഷം അതിലും വലിയൊരു യുദ്ധമാണ് ഇപ്പോൾ നടക്കുന്നത്. പക്ഷേ ഇതും ഫുൾ ഫ്ലെഡ്ജ്ഡ് വാറല്ല എന്നുള്ളൊരു വസ്തുത നിലനിൽക്കുന്നുണ്ട്. കാരണം ഇതിൻ്റെ ഉള്ളിൽ അമേരിക്കയോ ഇസ്രായേലോ അവരുടെ യഥാർത്ഥമായ ശക്തി അവർ ഈ യുദ്ധത്തിൽ പ്രയോഗിച്ചിട്ടില്ല. ഇനി ഇറാന്റെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇറാന്റെയും യഥാർത്ഥ നല്ല ശക്തിയുള്ള ആയുധങ്ങൾ ഇറാനും പുറത്തെടുത്തിട്ടില്ല. കാരണം ഇതെല്ലാം ഒരു ലോങ് ടൈം സ്ട്രാറ്റജി കൂടി ഇതിൻ്റെ ഉള്ളിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ഷോർട്ട് ടൈം സ്ട്രാറ്റജി, ഇപ്പോൾ ആക്രമിച്ചു, അവിടെ ആക്രമിച്ചു, ഇവിടെ ആക്രമിച്ചു, തകർത്തു, അങ്ങനെയുള്ള സ്ട്രാറ്റജിക്കും അപ്പുറത്ത് ഇസ്രായേലിനും അമേരിക്കയ്ക്കും ലോങ് ടൈം സ്ട്രാറ്റജി ഉണ്ട്. ഒരു പ്രാവശ്യം ആക്രമിച്ചു, 2 പ്രാവശ്യം ആക്രമിച്ചു. അതാണ് ഇവർ ഒരു 2-4 ദിവസം ആക്രമണം കഴിഞ്ഞ പിന്നെ ചർച്ചയ്ക്കൊക്കെ സന്നദ്ധത അറിയിച്ചത് ആ ആക്രമണത്തോടെ അത് നിർത്തി. പക്ഷേ ആ ആക്രമണം തുടരും എന്നുള്ളതാണ്, ഇനിയും തുടരും എന്നുള്ളതാണ്. അപ്പോൾ ഈ മിഡിൽ ഈസ്റ്റിലെ സമാധാനത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഇതെല്ലാം ഒരു ടെസ്റ്റ് ഡോസിൻ്റെ ഭാഗമാണ്. ഫുൾ ഫ്ലെഡ്ജ്ഡ് വാർ വരാനിരിക്കുന്നേ ഉള്ളൂ എന്നുള്ളൊരു വസ്തുത നിലക്കുണ്ട്. ഒരുപക്ഷെ ഇറാൻ കുറച്ച് ദിവസങ്ങൾ കഴിയുന്തോറും ഇറാന്റെ ആക്രമണങ്ങളിൽ ഇന്റൻസിറ്റി കുറയുന്നുണ്ട് എന്ന് പറയുന്നു. 60% ലോഞ്ചറുകളെല്ലാം ഇസ്രായേലും അമേരിക്കയും ചേർന്ന് തകർത്തു എന്ന് പറയുന്നു. പക്ഷേ അപ്പോഴും ഇതിൻ്റെ യഥാർത്ഥ വസ്തുത എന്ന് പറയുന്നത് ഇതൊരു ലോങ് ടൈമിലേക്കാണ് ഇറാന്റെയും സ്ട്രാറ്റജി, അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ലോങ് ടൈമിലേക്കാണ് സ്ട്രാറ്റജി. ഇതിൻ്റെ ഉള്ളിൽ റഷ്യ ഇൻവോൾവ്ഡ് ആണ്, ഇതിൻ്റെ ഉള്ളിൽ ചൈന ഇൻവോൾവ്ഡ് ആണ്, ഇവരെല്ലാം ഇൻവോൾവ്ഡ് ആണ് ഈ സ്ട്രാറ്റജിയുടെ കാര്യത്തിൽ. ഇത് വലിയ കൃത്യമായിട്ട് ഇറാനിലാണ് ആക്രമണം നടത്തുന്നതെങ്കിലും ഇത് കൃത്യമായിട്ട് ചൈനയ്ക്കുള്ള മെസ്സേജാണ്. ചൈനയെ തന്നെയാണ് ഇതിൻ്റെ ഉള്ളിൽ അമേരിക്ക പിടിക്കാൻ ആഗ്രഹിക്കുന്നത്. ചൈനയുടെയും ഇപ്പോൾ 1-ാം ലോക മഹായുദ്ധം നമ്മൾ എടുക്കുക ഒരു ഉദാഹരണമായിട്ട്. 1-ാം ലോക മഹായുദ്ധം യഥാർത്ഥത്തിൽ അത് ബിസിനസ്, ലോകം മുഴുവൻ ബിസിനസ് നടത്തിയതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിരുന്നു അന്നുണ്ടായ യുദ്ധം എന്ന് പറയുന്നത്. അതേ കച്ചവടം തന്നെയാണ് ഈ യുദ്ധത്തിൻ്റെയും പുറകിലുണ്ട്. ആ കച്ചവടം വഴിയാണ്
ഈ യുദ്ധം പോണത്. ഇത് ഒരു ഫുൾ ഫ്ലഡ്ജ്ഡ് വാറിലേക്ക്, ഇതിപ്പം നാളെ ചർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യുദ്ധം അവസാനിക്കും, നാളെ ചർച്ച നടത്താൻ സന്നദ്ധ. പക്ഷേ ഈ ചർച്ചകളിൽ ആദ്യത്തെ ചർച്ച യുദ്ധം നടന്നപ്പോൾ, ചർച്ച നടത്തിക്കൊണ്ടിരുന്നപ്പോൾ, ആ 12 ദിവസത്തെ യുദ്ധം നടത്തിയപ്പോൾ നമ്മൾ അന്ന് പറഞ്ഞിരുന്നു ചർച്ചകളിൽ ഇനി വിശ്വാസമില്ലാത്ത കാലം വരുമെന്ന്. ഈ രണ്ടാമത്തെ ചർച്ച നടത്തുമ്പോഴും ഇറാന് വിശ്വാസമില്ലായിരുന്നു, അമേരിക്ക കൃത്യമായിട്ട് ആക്രമിക്കുമെന്ന് അവർക്കറിയായിരുന്നു. അതുകൊണ്ട് അവർ റെഡി ആയിരുന്നു. അവരുടെ സ്ട്രാറ്റജി, അവരുടെ ആ വാർ സ്ട്രാറ്റജിയാണ് ഇപ്പോൾ വിജയിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ കൃത്യമായിട്ട് ആ സ്ട്രാറ്റജി അനുസരിച്ചാണ് ഇറാൻ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അമേരിക്കയും ഇസ്രായേലും ഉദ്ദേശിച്ചത് കുറച്ച് ദിവസത്തേക്കുള്ള ഒരു ആക്രമണമാണ്. കാരണം ഓർക്കുക, ഇറാഖിനെ പണ്ട് അമേരിക്ക ആക്രമിച്ചുള്ള എട്ടോളം വിമാനവാഹിനി കപ്പലുകൾ അടക്കം ഈ മേഖലയിൽ വിന്യസിച്ച് അത്രയും വലിയ ആക്രമണമാണ് നടത്തിയത്. പക്ഷേ അത്രയും ഒന്നും വലിയ ഒരു സെറ്റപ്പ് ഈ ആക്രമണത്തിന് വേണ്ടി അമേരിക്ക ചെയ്തിരുന്നു എന്നുള്ളത് സംശയമാണ്. അപ്പോൾ എന്താണെങ്കിലും ഈ യുദ്ധം ചർച്ച നടത്തി അവസാനിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ യുദ്ധം അവസാനിക്കില്ല. ഇതിലും വലിയ ഫുൾ ഫ്ലെഡ്ജ്ഡ് വാർ ഇത് ചർച്ച നടത്തി അവസാനിച്ചാലും ഇനിയും ഉണ്ടാകാനിരിക്കുന്നു എന്നുള്ളത്. കാരണം അതിനുവേണ്ടിയാണ് ഇവരെല്ലാവരും സജ്ജരായിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ യുദ്ധത്തിലെ സ്ട്രാറ്റജികളെല്ലാം ചൈന മോണിറ്റർ ചെയ്യുന്നുണ്ട്. കാരണം ഇവരുടെ മിസൈൽ, അതിൻ്റെ ഡിഫൻസുകൾ, ഈ സാധനങ്ങളെല്ലാം എത്രത്തോളം കാപ്പബിളാണ്, എങ്ങനെയാണ് എന്നുള്ളതെല്ലാം ഈ ചൈന നിരീക്ഷിക്കുന്നുണ്ട്, റഷ്യ നിരീക്ഷിക്കുന്നുണ്ട്, അതുപോലെ തന്നെ യൂറോപ്പ് നിരീക്ഷിക്കുന്നുണ്ട് തിരിച്ച് ഓപ്പോസിറ്റായിട്ട്. കാരണം ഇവരുടെ എല്ലാം ഇൻ്റലിജൻസും ഡാറ്റകളും എല്ലാം, ചൈനയുടെ ഇൻ്റലിജൻസും, ചൈനയൊക്കെ കൃത്യമായിട്ട് അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾ എവിടെയാണ് നിൽക്കുന്നതിൻ്റെ അടക്കമുള്ളതിൻ്റെ സാറ്റലൈറ്റ് വിഷ്വലുകളടക്കം ചൈനയുടെ ഭാഗത്തു നിന്ന് ചൈന പുറത്തുവിടുന്ന സാഹചര്യമുണ്ട്. അതുപോലെ റഷ്യയുടെ ഇൻ്റലിജൻസ്, ചൈനയുടെ ഇൻ്റലിജൻസ് ഉപയോഗിച്ചാണ് ഇറാൻ ഇത്ര കൃത്യമായിട്ട് ആക്രമണം നടത്തുന്നത്. തിരിച്ച് മറുവശത്ത് അമേരിക്കയുടെയും യൂറോപ്പിൻ്റെയും ഇൻ്റലിജൻസ് ഉപയോഗിച്ചാണ് ഉക്രൈൻ റഷ്യയിലേക്ക് ആക്രമണം നടത്തുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ ആണ് ഇതിനെ കാണേണ്ടത്. കാരണം ഇത് രണ്ട് ചേരിയായിട്ട് നിന്നിട്ടുള്ള കൃത്യമായിട്ടുള്ള വാർ സ്ട്രാറ്റജികൾ വെച്ചിട്ടുള്ള യുദ്ധമാണ്. ഈ യുദ്ധം ചർച്ച നടത്തി ഇപ്പോൾ അവസാനിച്ചാലും യുദ്ധം അവസാനിക്കില്ല. ഫുൾ ഫ്ലെഡ്ജ്ഡ് വാർ വരാനിരിക്കുന്നേ ഉള്ളൂ എന്നാണ് നമുക്ക് പറയാൻ കഴിയുക. ഇപ്പോൾ റോബിൻ പറഞ്ഞു നിർത്തിയതുപോലെ യുദ്ധം അത് തുടർച്ചയായിട്ട് നടന്നുകൊണ്ടേയിരിക്കും. അത് ലോകത്തിന്റെ പല കോണുകളിലായിട്ട് നടന്നുകൊണ്ടേയിരിക്കും. പക്ഷേ യുദ്ധം ഒന്നിനും പരിഹാരമല്ല എന്ന് നമ്മൾ ആദ്യകാലം തൊട്ടേ പറയുന്ന പോലെ, ആദ്യം യുദ്ധം തുടങ്ങിയ നാൾ മുതൽ നമ്മൾ പറയുന്നത് പോലെ തന്നെ യുദ്ധം ഒന്നിനും പരിഹാരമല്ല. ആയുധങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ യുദ്ധം കൊണ്ടോ ഒന്നിനും പരിഹാരം കണ്ടെത്താൻ സാധിക്കത്തില്ല. യുദ്ധങ്ങളെല്ലാം അവസാനിക്കട്ടെ, ചർച്ചകളിലൂടെ പരിഹാരം കാണാൻ സാധിക്കട്ടെ, സമാധാനം പുതുലയട്ടെ. ഈ നിലപാട് അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ഈ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുകയാണ്. ഇനി മറ്റൊരു ദിവസം.